നമസ്കാരം. ഗണേശ ചക്രമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഗണേശ ചക്രത്തിന്റെ പ്രത്യേകത ആദ്യം പറയാം. ഗണേശ ചക്രത്തിലൂടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ ആ കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് ഫലസിദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും, ഫലസിദ്ധി നൽകും എന്നാണ് പറയുക. ഗണപതി ഭഗവാന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ദേവന്റെ പ്രത്യേകത ഏവർക്കും അറിയാം. അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവനാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ. 432 ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവൻ കൂടിയാണ് ഗണപതി ഭഗവാൻ എന്നും വിശ്വാസമുണ്ട്. നാം ഏതൊരു ശുഭ കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെയാണ് സ്മരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അതിനാൽ ശുഭാരംഭത്തിന്റെ അടയാളം കൂടിയാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ എന്നാണ് പറയുക. ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ എത്ര തന്നെ ദുരിതങ്ങളും തടസ്സങ്ങളുണ്ട് എങ്കിലും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയും എന്താണോ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യമായി ലഭിക്കേണ്ടത് അത് ലഭിക്കും എന്നാണ് പറയുക. കൂടാതെ സമൃദ്ധിയുടെയും സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഇരിപ്പിടം കൂടിയാണ് ഭഗവാൻ വിഘ്നേശ്വരൻ. അതിനാൽ ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ചുവപ്പ് നിറത്തെ പരാമർശിക്കുന്നതാണ്. അതായത് വിഘ്നേശ്വരന്റെ നിറം ചുവപ്പാണ് എന്നാണ് ഐതിഹ്യം. അതിനാൽ ചുവന്ന വസ്ത്രങ്ങൾ, ചുവന്ന പുഷ്പങ്ങൾ, രക്തചന്ദനം എന്നിവ ഭഗവാനെ ആരാധിക്കുവാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നതുമാണ്. ചുവപ്പ് നിറത്തിന് അന്തരീക്ഷത്തിലെ പവിത്ര കണങ്ങളെ കൂടുതൽ ആകർഷിക്കുവാൻ കഴിയും എന്നും പരാമർശമുണ്ട്. അതിനാൽ ചുവപ്പ് നിറത്തിന് അത്രമേൽ പ്രാധാന്യം കൂടിയാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഏത് ദേവതയെ പ്രാർത്ഥിച്ചാലും ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാന്റെ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം മറ്റു മന്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദേവതകളെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഫലസിദ്ധി വളരെ വേഗം ലഭിക്കും എന്നാണ് പറയുക. അത്രമേൽ വിശേഷപ്പെട്ട ദേവനാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ. ഭഗവാനുമായി ബന്ധപ്പെട്ട ചക്രത്തിനും അത്രമേൽ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ അതിവേഗം ഏത് കാര്യം ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരം തന്നെയാണ് ഈ ഗണേശ ചക്രം. ഈ വീഡിയോയിലൂടെ ഇനി അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾ ഭഗവാന്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കേണ്ടതിനാൽ കൂടിയാണ് ഇത്രമേൽ കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ചിലർക്കെങ്കിലും ഭഗവാന്റെ സ്ഥാനം വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരുന്നതല്ല. അതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ തുടക്കത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇനി ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ ചക്രം എപ്രകാരമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ആധ്യാത്മികമായ അറിവുള്ള വ്യക്തികളാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്കും ഇത്തരത്തിലൊരു ചക്രത്തെ കുറിച്ച് കൂടുതലായും അറിയുവാൻ സാധിക്കുന്നതാണ്, അഥവാ മുൻപേ അറിഞ്ഞിട്ടുണ്ടാകും എന്നതാണ്. ഭഗവാന്റെ ഈ ചക്രം നിങ്ങളെ മനസ്സിൽ പതിയുകയാണ് എങ്കിൽ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ആ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ എന്നേക്കുമായി വഴിമാറിപ്പോകും എന്നതാണ് വാസ്തവം. കാരണം ഇത് ഭഗവാന്റെ അത്രമേൽ വിശേഷപ്പെട്ട അതിശക്തിയാർന്ന ഒരു ചക്രം തന്നെയാകുന്നു. ഈ ചക്രം നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ, കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുവാൻ 3 മിനിറ്റ് സമയമാണ് ആവശ്യമുള്ളത്. ഒരു 3 മിനിറ്റ് നേരം നിങ്ങൾ ഈ ചക്രത്തിനായി മാറ്റിവെക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇനി പറയുന്നതായ കാര്യങ്ങൾക്ക് മാറ്റിവെക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതായ ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ ആ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ശേഷം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതും
ശക്തമാർന്നതുമായ ഈ മന്ത്രം നിങ്ങൾ 3 തവണ പറയേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പറയണം. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഗം ഗണപതയേ നമഃ എന്നാണ്. ഇതിൽ ഓം എന്ന നാമം സർവാത്മക ശബ്ദമാണ് എന്ന കാര്യം ഓർക്കുക. സർവാത്മിക ശബ്ദമാണ്. ഗം എന്നത് ബീജ മന്ത്രമാണ്. ഗണപതയെ എന്നത് ഭഗവാന്റെ നാമം കൂടിയാണ്. നമഃ എന്നാൽ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു എന്നുമാകുന്നു. ഈ നാമം അഥവാ ഈ മന്ത്രം നിങ്ങൾ ഭഗവാന്റെ ചിത്രത്തിലേക്ക് നോക്കി 3 തവണ ജപിക്കണം, പറയണം. ഇത്തരത്തിൽ ഭഗവാന്റെ ബേസിക് ആയിട്ടുള്ള ഈ മന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ 3 തവണ അഥവാ 3 വട്ടം ഈ മന്ത്രം ജപിക്കണം. ശേഷമുള്ള ആദ്യത്തെ 2 മിനിറ്റ് നിങ്ങൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലുള്ള ആഗ്രഹം, അത് തീർച്ചയായും നടക്കണം. അത് എത്രയും വേഗം നടക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ആഗ്രഹം മാത്രമായിരിക്കണം നിങ്ങൾ മനസ്സിൽ ഈ സമയം ചിന്തിക്കേണ്ടത്. എത്ര ഏകാഗ്രത നിങ്ങൾക്ക് ലഭിക്കുന്നുവോ അത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അനുകൂലമാകും, അല്ലെങ്കിൽ അത്രമേൽ ഫലപ്രദമാകുന്നു എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങൾ ഒന്നും ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടുള്ളതല്ല. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാനും പാടുള്ളതല്ല. ഈ കാര്യം ചെയ്യുമ്പോൾ പ്രധാനമായും ദേഹശുദ്ധി അല്ലെങ്കിൽ മനഃശുദ്ധി അനിവാര്യം തന്നെയാണ്. അതായത് ദേഹശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. ഇനി അത്തരത്തിലൊരു അവസ്ഥയിലല്ല, ദേഹശുദ്ധിയിലല്ല നിങ്ങൾ ഉള്ളത് എങ്കിൽ തീർച്ചയായും, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലാണ് എങ്കിൽ, ഈ ചക്രം ഉപയോഗിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയിലാണ് എങ്കിൽ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം ഈ മന്ത്രം ഉരുവിടാതെ ഈ ചക്രം നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. എന്നാൽ ഏറ്റവും വിശേഷം ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രാധാന്യം നൽകണം. ആദ്യത്തെ 2 മിനിറ്റ് എന്ത് കാര്യം നടക്കണമോ അത് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. 2 മിനിറ്റ് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. അവസാനത്തെ 1 മിനിറ്റ് എന്താണോ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് ആ കാര്യം നടന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ അപ്രകാരമായിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഏതൊരു കാര്യമാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അത് ഫലസിദ്ധി ജീവിതത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ ആ ജോലി ലഭിച്ചു എന്ന് നിങ്ങൾക്ക് അവസാന 1 മിനിറ്റ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടതാണ്. ആ സന്തോഷത്തോടെ തന്നെ നിങ്ങൾ ആ സങ്കല്പത്തിൽ തന്നെ ഇരിക്കണം. അത്രമേൽ സന്തോഷത്തിലാണ് ഇരിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ ആ പണം ലഭിച്ചു എന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. കടം വീടണം എങ്കിൽ ആ പണം ലഭിച്ചു എന്ന രീതിയിൽ ചിന്തിക്കാം. കടം മാറി എന്ന് ചിന്തിക്കേണ്ടതായിട്ടില്ല. ഇത്തരത്തിൽ വിവാഹമാണ് എങ്കിൽ വിവാഹം നടന്നു എന്നും, അത്തരത്തിൽ എന്താവശ്യമാണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് എങ്കിൽ ആ കാര്യം നടന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ 1 മിനിറ്റ്, അവസാന 1 മിനിറ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്രകാരം നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായി ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏകാഗ്രത അനിവാര്യമാണ്. അതിനാൽ സ്വസ്ഥമായ ഒരിടത്ത് ഇരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ ഇരുന്ന് ചെയ്യുന്നത് കൂടുതൽ ഉത്തമവുമാണ്. സാധിക്കുന്നവർ ആ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകണം. ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ്. എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക.